എന്നെപ്പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെപ്പറ്റി പറഞ്ഞത് എന്താ, തെലുങ്കാന സർക്കാർ, ആന്ധ്ര സർക്കാർ, തെലുങ്കാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക, എത്രയാണെന്ന് എമൗണ്ട് പറഞ്ഞില്ല, വലിയൊരു തുക കിട്ടി. പിന്നെ എന്തോ ഒരു സ്റ്റോർ എന്തോ ഞാൻ തുടങ്ങി, കുറച്ചെന്തോ സാധനം കൊടുത്തു, ബാക്കിയുള്ളതൊക്കെ എന്താക്കി എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ ഈ കാര്യത്തിൽ അദ്ദേഹത്തോടൊന്നും ചോദിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന CPM നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, വളരെ കൃത്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു ചെറിയ തെളിവ് ഹാജരാക്കിയാൽ ഞാനിപ്പോൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. മറിച്ച് ഈ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇന്ന് മറുപടി പറയണം. കൂടെ ഇരുന്ന 2 പ്രധാന നേതാക്കന്മാരുണ്ട്. CPM-ന്റെ ജില്ലാ തലത്തിലെ അതിപ്രധാനികളായ 2 പേർ. ഞാൻ വളരെ കൃത്യമായിട്ടാണ് ചോദിക്കുന്നത്, സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കണേ. ഈ കക്ഷി പറഞ്ഞ സംഭവം ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ഇന്ന് അവസാനിപ്പിക്കും. മറിച്ച് ഇരുത്തി പറയിപ്പിച്ച CPM നേതാക്കന്മാർ ഇതുപോലെ ചെയ്യാൻ തയ്യാറുണ്ടോ? ഈ വാടകക്കെടുത്ത ആളുകളെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കുമ്പോൾ ഒരു മിനിമം മര്യാദയും ഡീസൻസിയുള്ള ആളുകളെ ഉപയോഗിച്ച് പറയിപ്പിക്കണം. ഒരു മിനിമം മര്യാദയും ഡീസൻസി. ഇതെന്താ CPM വിചാരിച്ചേ? വയനാട്ടിലെ CPM ഇത്രയും മോശമായ അന്തരീക്ഷത്തിലായി, ഇത്രയും മ്ലേച്ഛമായ അന്തരീക്ഷത്തിലാണ് വയനാട്ടിലെ CPM. ഇന്ന് മറുപടി പറയണം. ഇതിന്റെ തെളിവ് ഹാജരാക്കാൻ കൂടെ ഇരുന്ന ആളുകൾക്ക് ബാധ്യതയുണ്ട്. ഇപ്പൊ കൊണ്ടുപോയത് കണ്ടല്ലോ, ഒരൊറ്റ ലീഗും ഇല്ല. കോൺഗ്രസിന്റെ ആളുകളെ വീട് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി, അവരവരുടെ വീഡിയോ ഇട്ടു. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ തീരുമാനത്തോടു കൂടി ഞങ്ങളുടെ വിജയം മുണ്ടകയിലും, അതുപോലെ മുണ്ടകൈ ചൂരമല വാർഡിലും, 10ാം വാർഡ് അട്ടമലയിലും, 11ാം വാർഡിലും കൂടുതൽ എളുപ്പമായി. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചലന ഞാൻ പറഞ്ഞത് കൂടുതൽ എളുപ്പമായി. ആധികാരികമായ വിജയം UDF-ന് ആ 2 വാർഡുകളിലുണ്ടാവും. ഷീജ ടീച്ചറും മൻസൂറും വൻ ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് ജയിക്കും. അവിടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി T. ഹംസയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീ ഷിഹാബാണ്. മുഴുവൻ ആളുകളും വൻ ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് ലീഡ് ചെയ്യും. ഞാൻ വളരെ കൃത്യമായി പറയാം, നമ്മൾ വീണ്ടും കാണാനുള്ള ആൾക്കാരാണ്, വളരെ കൃത്യമായിട്ട് പറയാം. ഇതിൽ 2-3 കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ദുരന്തബാധിതരുടെ പലയിടത്തും വീടുകളിലും പോയതും കണ്ടതും ഇവരൊക്കെ പ്രചരണത്തിൽ പോയതാണ്. 1483 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിൽ. 1483 കോടി രൂപ. 529 കോടി രൂപ സാസ്കി ഫണ്ട്, 120 കോടി രൂപ ഹൈക്കോടതിയുടെ വിധിന്യായത്തിലൂടെ, 260 കോടി രൂപ അവസാനത്തെ PDNA ഫണ്ട്, 774 കോടി രൂപ CMDRF. ഈ 1483 കോടി രൂപ കയ്യിലുള്ള സർക്കാർ, ഞാൻ ചോദിക്കുന്നു, ഒന്ന് ഇവരുടെ കടം എഴുതി തള്ളിയോ? പണത്തിൻ്റെ മേലെ അടയിരിക്കുക ഒരു ഭരണകൂടം, ഇവരുടെ കടം എഴുതി തള്ളിയോ? 2, കേന്ദ്രം എഴുതി തള്ളിയില്ല, ഇവരും എഴുതി തള്ളിയില്ല. 2, ഇവരുടെ കടക്കാരുടെ, വ്യാപാരികളുടെ കടം കൊടുത്തു, പണം നഷ്ടം കൊടുത്തു. കട ഉടമകൾ അവരുടെ നഷ്ടം കൊടുത്തു. ജീവനോപാധി സർക്കാർ കൊടുത്തു. ഇവരുടെ കൃഷിയുടെ നഷ്ടം പരിപൂർണമായി നികത്തി കൊടുത്തു. ഒരു മാസത്തെ ഫുഡ് കൂപ്പൺ പോലും സമയാസമയം കൊടുക്കാൻ പറ്റാത്ത സർക്കാരാണ്. ഫുഡ് കൂപ്പൺ പോലും സമയാസമയം കൊടുക്കാൻ പറ്റാത്ത സർക്കാർ. ഒരു ലിസ്റ്റ്, ദുരന്തബാധിതരുടെ ലിസ്റ്റ് ഒരു 1.5 വർഷമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സർക്കാരാണ്. ഉപരിപഠനമുണ്ട്, ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങളുണ്ട്, നിരവധിയുണ്ട്. കയ്യിൽ പണമുണ്ടായിട്ട് ഈ കാര്യമൊന്നും പൂർത്തീകരിക്കുന്നില്ല. ഈ സർക്കാരിനെതിരെ ശക്തമായ ജനരോഷം നിൽക്കുകയാണ്.